എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആ ഒരു രീതിയിൽ എടുക്കാനാണ് എൻ്റെ പ്ലാൻ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് വീക്ക് ഡേ ആണ്. ശ്രീഹരിക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പം ഒരു ചെറിയ ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്നൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ശ്രീഹരിയിൽ പോകാൻ മതി. അപ്പോൾ കുറച്ച് സമയമുണ്ട് എനിക്ക് ലഞ്ചൊക്കെ റെഡിയാക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും. അപ്പോൾ ഞാനിപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സിൽ നോണൊന്നും ഇല്ല ആക്ച്വലി. കാരണം ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പം കുറച്ച് മട്ടൻ വാങ്ങിച്ചു. അതൊക്കെ കഴിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു ശകലം ഇരിപ്പുണ്ട്. പക്ഷെ അത് രാത്രിയിൽ എടുക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് കൊണ്ടുപോകണ്ട മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വെജിറ്റേറിയനുമാണ്. മാത്രമല്ല ഇന്നലെ പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടൊന്നും വലിയൊരു എന്താ പറയുന്ന ഒരു തലവേദനയായിരുന്നു മൊത്തത്തിൽ ഉച്ച കഴിഞ്ഞൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ആക്ച്വലി സത്യത്തിലൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടില്ല. ഞാൻ കുറച്ച് ഓമയ്ക്ക വാങ്ങിച്ച് ശനിയാഴ്ച തോരൻ വെച്ചു. അതിൻ്റെ പകുതി ഞാനെല്ലാം ചോപ്പ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഓമയ്ക്ക തോരനും ഉണ്ടാക്കാം. പിന്നെ കുറച്ച് മോര് രസം പോലെ വെക്കാം എന്ന് വിചാരിച്ചു. മോര് രസം എന്താ വെച്ചാൽ നമ്മൾ തൈര് മോരാക്കിയിട്ട് അതിങ്ങനെ രസം പോലെ കടുക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റെസിപ്പിയാണ്, എൻ്റെ സ്വന്തമൊന്നുമല്ല. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ അതുകൊണ്ട് ഞാൻ ഒഴിക്കാൻ വലിയതായിട്ടൊന്നും എടുക്കുന്നില്ല. ഇങ്ങനെ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ അത് ഞാൻ കാണിക്കാൻ വേണ്ട തീരുമാനിച്ചിട്ട് പാലക്കും പരിപ്പും കൂടെ തോരൻ. അത് പാലക്കാണ് വരുന്നത്. അതും പരിപ്പും തോരൻ വെക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ പാലക്ക് റെഡിയാക്കി എടുത്തിട്ടില്ലെന്ന്. റെഡിയാക്കി എടുക്കണം. കാരണം ഇന്ന് രാവിലെ വരത്തേ ഉള്ളൂ. അപ്പം അത് പിന്നെ അച്ചാർ അങ്ങനെ വെജിറ്റേറിയൻ രീതിയിലുള്ള ഒരു ലഞ്ചാണ്. പിന്നെ എനിക്കിന്ന് പണികൾ ഇവിടെ ഇപ്പം അത്യാവശ്യം ഒരു ചൂടിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ചൂടെന്ന് പറയാൻ വലിയ ചൂടൊന്നുമല്ല. തണുപ്പ് മാറിയ ക്ലൈമറ്റായി. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 19-20 ഒക്കെ ഉള്ളൂ. രാവിലെ ഒരു ചെറിയ തണുപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം നടക്കാൻ പോകുമ്പോൾ അപ്പോൾ ഒന്ന് സ്വെറ്റർ ഇടണം. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ തണുപ്പടിക്കുമ്പോഴേ ഉള്ളൂ. അല്ലാതെ ആ ഒരു തണുപ്പ് അങ്ങ് പോയി. പിന്നെ ചെറുതായിട്ടൊരു ഇനിയിപ്പം ഫെബ്രുവരി പകുതി കഴിയുമ്പോഴത്തേക്കും ചൂട് തുടങ്ങാൻ പോവാണ്. പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു അരച്ചു തുടങ്ങാവുന്ന മാവൊക്കെ. ഇന്നിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. റാഗി ഇട്ട് വെച്ചിട്ടുണ്ട്, മറ്റേ ദോശയുടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്ന് ഇതെല്ലാം റെഡിയാക്കി ശ്രീഹരി വിട്ടതിന് ശേഷം അരച്ചു വെക്കണം. അപ്പോൾ അറിയാം എങ്ങനെയാണ് പൊളിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും അറിയാം എത്ര നേരം വേണമെന്നുള്ളത്. ഇപ്പോൾ രാവിലെ ഒരു 10-10:30 ആകുമ്പോൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം വേണമെന്നുള്ളത് അറിയാം. അതിന് ഞാൻ ഇന്നലെ രാത്രി എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ഞാനെടുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് സമയമാകുമ്പോൾ എടുത്തങ്ങ് അരച്ചാൽ മതി. ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ വെള്ളത്തിലിട്ടതാണ്. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഇത് പുറത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞ് ഇതിനൊരു സ്മെല്ലൊക്കെ വരും. അപ്പം ഏറ്റവും നല്ലത് ഇപ്പോൾ എടുത്തങ്ങ് അകത്ത് വെക്കുക, ഫ്രിഡ്ജിനകത്ത് വെക്കുക. എന്നിട്ട് സമയമാകുമ്പോൾ എടുത്തങ്ങ് അരയ്ക്കുക. ഇപ്പോൾ രാവിലെ എന്താ പറയുന്നത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതങ്ങ് അരച്ചേക്കാം. അങ്ങനെ പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ലോഗ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും.
അപ്പം ഞാൻ പതുക്കെ ഉച്ചക്കത്തേക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് റെഡിയാക്കുകയാണ്. പരിപ്പും ചീരയും കൂടെയുള്ള ഞാൻ പിന്നെ ആദ്യം ഞാൻ തോരൻ പറഞ്ഞാലും പിന്നെ ഞാനതൊരു ഒലർത്താക്കിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ ഓമയ്ക്ക അരിഞ്ഞതിരിപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഓമയ്ക്ക തോരനും, അത് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഓമയ്ക്ക തോരൻ ഞാനങ്ങ് റെഡിയാക്കി. അത് കടുക് വറുത്തെടുത്താൽ മതി, തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് ചേർത്തങ്ങ്. പിന്നെ ഞാൻ പാലക്കത് കഴുകി വൃത്തിയാക്കി എല്ലാം അരിഞ്ഞെടുത്തു. ഞാനൊന്ന് കുറച്ച് ചെറിയുള്ളി, നമ്മുടെ ഉള്ളി ഒന്ന് നന്നാക്കിയതാണ്, തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ കണ്ണ് നേറി, എൻ്റെ ദൈവമേ. അപ്പം ഞാൻ പരിപ്പൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു, ഓമയ്ക്ക തോരൻ റെഡിയായി, ചീര എല്ലാം അരിഞ്ഞ് സെറ്റാക്കി. ഞാൻ വിചാരിച്ച് പരിപ്പും ചീരയും കൂടെ ഒരു ഒലർത്തല്ലെങ്കിൽ മെഴുക്കുവരട്ടി, പരിപ്പ് മെഴുക്കുവരട്ടി വെക്കത്തില്ലേ, ഉള്ളി ചതച്ചിട്ട് വറ്റൽമുളകൊക്കെ ചതച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു മെഴുക്കുവരട്ടി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. തോരൻ വേണ്ട, കാരണം ഓമയ്ക്ക തോരൻ ഓൾറെഡി ഉണ്ട്. അപ്പം തേങ്ങ ചേർക്കാത്ത എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി മോരിൻ്റെ പരിപാടിയും കൂടെ റെഡിയാക്കണം. അതും കൂടെ കഴിഞ്ഞ സംഭവം ഇതായി. പരിപ്പൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ മെഴുക്കുവരട്ടി അങ്ങ് ആകും. ചീര വേകാൻ അതേ സമയം വേണ്ടല്ലോ. അപ്പം പരിപ്പ് വേകാനുള്ള ഒരു താമസം. പിന്നെ ചോറ് വെച്ചിട്ടില്ല, ചോറ് വെക്കണം. അത് ഇതിനിടയ്ക്ക് ചോറ് എല്ലാം വെക്കണം. പിന്നെ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി അരയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം അതിനിപ്പം പെട്ടെന്ന് റെഡിയാക്കണം. ഞാൻ ചായ കുടിച്ചില്ല, എനിക്ക് ചായ കുടിക്കണം. ചെറിയൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എനിക്ക് ആ ഒരു ടൈം എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ ഇതുവരെ അങ്ങോട്ട് റെഡിയാക്കിയില്ല. ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഈ വെയിറ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് പോകത്തില്ല. കാരണം ഞാൻ വണ്ണം വയ്ക്കുന്ന ശരീരപ്രകൃതം. അപ്പം ഞാനിങ്ങനെ ആ ഒരു ഡയറ്റ് രീതി പോയില്ലെങ്കിൽ ഞാൻ കയറി തടിക്കും. തടിച്ചു കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക, കാണാനുള്ള ഒരു വൃത്തികേടിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ശാരീരികമായി ഒന്നാമത് ഇപ്പോൾ 30 കഴിഞ്ഞു, അതിൻ്റെ എന്താ പറയുന്നത്, ശാരീരികമായി നമുക്ക് ആ ഒരു സുഖം കിട്ടത്തില്ല. നേരത്തെ ആ ഒരു 20 കാലഘട്ടത്തിൽ തടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മിക്കവാറും ഈ 30കളിലൊക്കെ ആയിക്കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തുടങ്ങാം, ഈ ഒരു 62 തന്നെ നിർത്താം, മുകളിലോട്ട് കയറ്റണ്ട എന്നുള്ള ഒരു ധാരണയിലാണ് ഞാനിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല വഴി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അല്ലാതുള്ള ഡയറ്റൊന്നും നമുക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ എന്താ പറയുന്നത്, ഞാൻ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താലും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒഴിവാക്കിയുള്ള ഒരു കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ തന്നെ. ഇപ്പോൾ രാവിലെ ഞാൻ അരി ഉഴുന്ന് അരച്ച ദോശയും ചമ്മന്തി ആയിരിക്കും കഴിക്കുന്നത്. അല്ലാതെ റൈസ് ഒഴിവാക്കി അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ അത് തന്നെ പറയുന്നത്, അങ്ങനെ ഒഴിവാക്കിയല്ല. ഞാൻ വെക്കുന്ന ഇവിടെ കാര്യങ്ങളൊക്കെ കൂട്ടി തന്നെ ഞാൻ എന്താ പറയുന്ന ഒരു രീതിയിൽ. അത് നേരത്തെ ഞാൻ ആദ്യം ഇതിപ്പോൾ ഞാൻ തുടക്കം എനിക്ക് വെയിറ്റ് ഉള്ള സമയത്ത് ഞാൻ ആദ്യത്തെ ഒരു മാസം ഞാൻ ഡയറ്റ് ചെയ്ത് അതൊക്കെ ഒഴിവാക്കി കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് അത് നടക്കത്തില്ലാന്ന്. പിന്നെ ഞാൻ പതുക്കെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ്. പക്ഷെ ഈ 8 to 16 hours എടുത്താൽ നല്ലപോലെ നമുക്ക് ശരീരത്തിൽ അത് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പം 8 to 16 hours സംഭവം എടുക്കുന്നില്ല. ഞാനൊരു എന്താ പറയുന്നത്, അതിലും കുറച്ച് ഈറ്റിംഗ് വിൻഡോ കുറച്ച് കൂട്ടി, ഫാസ്റ്റിംഗ് വിൻഡോ കുറച്ച് എന്തെങ്കിലും ഒരു 8 സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പം ഇതുവരെ ഞാൻ നടന്നിട്ട് വന്നിട്ട് ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇപ്പം 8 മണി ആകാൻ പോകുന്നു. അപ്പം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ ഒരു രീതിയിൽ. പിന്നെ ഞാൻ കറക്റ്റ് എൻ്റെ ആ ഒരു ഫ്ലോയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കത്തില്ല ടൈം ശരിക്കും കാണിക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇപ്പം ഞാനൊരു 8നും 6:30 അല്ലെങ്കിൽ 6-നുള്ളിൽ 8 മണിക്ക് രാവിലെ 8 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് 6-ന് മുമ്പായിട്ട് ഫുഡ് കഴിച്ച് തീരുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് കഴിക്കത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഞാൻ വിചാരിച്ചു 8 മണിക്ക് ഞാൻ ചായ കുടിച്ച് തുടങ്ങത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം 8 മണി ആയിട്ടില്ല, 7:45 ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ച ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഒഴിവാക്കുന്ന, ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന മധുരം മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. മധുരം എന്ന് പറഞ്ഞാൽ ഡെയിലി ഉള്ള ചായ, അല്ലെങ്കിലും ഡെയിലി ചായ മധുരമായിട്ട് കുടിക്കാറില്ല. ഇതിപ്പം ഞാൻ ഡയറ്റൊന്നും നോക്കിയില്ലേലും ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഞാൻ എന്ന് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അന്ന് തൊട്ട്. പിന്നെ മധുരം കഴിപ്പ് എന്ന് പറയാൻ അങ്ങനെ അധികമൊന്നും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി കഴിച്ചാൽ പുറത്തുനിന്നൊരു മധുരം വാങ്ങിയിട്ട് ഇവിടെ പണ്ടേ ഇല്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ച ആ സമയം തൊട്ടേ ഇല്ല. പിന്നെ നാട്ടിൽ പോയാലും ഞങ്ങൾ മധുരം, ഉണ്ണിയപ്പം, അങ്ങനെ അല്ലാതെ ഉണ്ണിയപ്പമാണ് മെയിനായിട്ട് മധുരത്തിൽ വാങ്ങിക്കുന്നത്. അല്ലാതെ ഒരു മധുരം വാങ്ങിച്ച് കഴിക്കുന്ന പരിപാടി എനിക്ക് രണ്ടുപേർക്കും പണ്ടേ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മധുരങ്ങളൊന്നുമില്ല. പിന്നെ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ല കിറ്റ്കാറ്റോ ഡയറി മിൽക്കോ ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ള, അല്ലാതെ വാങ്ങിച്ച് വെച്ചിരുന്ന് കഴിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ഷുഗർ സംഭവം ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഇതായിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. മീനൊക്കെ വറുത്തൊക്കെ കൂട്ടും, അല്ലാതെ ഇങ്ങനെ ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കണമെന്നുണ്ട്. പക്ഷെ പൂരിയൊന്നും അങ്ങനെ ആഴ്ചയിലൊരിക്കൽ പോലും ഉണ്ടാക്കുന്നില്ല, മാസത്തിലൊരിക്കലൊക്കെ പൂരി ഉണ്ടാക്കുന്നുള്ളൂ. അതൊന്നും വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക, ഷുഗർ കണ്ടന്റ് ഉള്ള ഒഴിവാക്കുക, വീട്ടിൽ വെക്കുന്നതൊക്കെ കഴിക്കുക. ഇത് ഞാനൊരു ആഴ്ചയിൽ 5 ദിവസമൊക്കെ ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ശനി ഞായറും ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പം എന്തെങ്കിലും ഒക്കെ പുറത്തുനിന്ന് കഴിക്കും. പക്ഷെ അതും എനിക്ക് ആ ഒരു ടൈമിനുള്ളിൽ കഴിക്കണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. കുറച്ചുകൂടെ പരിപ്പ് വേവിക്കാൻ വെള്ളം വേണം. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാം എങ്ങനെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. ആ ഒരു കാര്യം ഭയങ്കര നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിന് വലിയ ടേസ്റ്റ് ഇല്ല. അത് രണ്ടും കൂടെ കൊണ്ടുവരാൻ ഇച്ചിരി പാടാണ്. ടേസ്റ്റുള്ള കാര്യം ഹെൽത്തി അല്ലതാനും. അപ്പം അതിങ്ങനെ നമുക്ക് അത് എന്താ പറയുന്നത്, അത് ഇച്ചിരി പാടാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊരു എനിക്കിപ്പം എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് ഞാനിങ്ങനെ പ്രിപ്പയർഡായി വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പം 8 മണിക്കാണ് എൻ്റെ ചായ കൂടി ഞാൻ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് 8 മണിക്ക് ഞാൻ എൻ്റെ ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു 6 മണിക്ക് മുമ്പ് 6:30 ഒരു 6 മണിക്ക് മുമ്പ് കഴിച്ച് തീർത്ത്. ഇപ്പം അത്രയും ഡ്യൂറേഷൻ 8 hours സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പം അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈറ്റിംഗ് വിൻഡോ കുറച്ച് വലുതാക്കി 8 മണിക്കൂറിനുള്ള പകരം അത് 10 മണിക്കൂറാക്കുക. ഫാസ്റ്റിംഗ് വിൻഡോ അങ്ങനെ ആക്കുന്നതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പം ഞാനിപ്പോൾ 2 കൊല്ലത്തിന് ശേഷമാണ് ആക്ച്വലി ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലം ഒരു ഗ്യാപ്പ് എനിക്ക് വന്നത്. അപ്പം അങ്ങനെ കഴിക്കുക. പിന്നെ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് തന്നെ കഴിക്കുമ്പം കുറച്ച് ഈ പറഞ്ഞ പോലെ എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് ഫുഡിൽ നല്ലതായിട്ട് കഴിക്കുക. അപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പിന്നെ ഞാൻ പരിപ്പും ചീരയും കൂടെ ഒരു ഉലർത്തിന് വേണ്ടിയിട്ട് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് ഒരു 5-8 ചെറിയ ഉള്ളി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് ചതച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ ചതച്ച മുളകും കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതാണ് ഞാൻ ചേർത്തത്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷം പാലക്ക് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി, ഒട്ടും വെള്ളം ചേർക്കേണ്ട, ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങും. അപ്പോൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചെടുക്കുക. ഇനി മോര് രസം വെക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചെടുക്കുക. അതും തൊലിയോടുകൂടിയാണ് ചതയ്ക്കേണ്ടത്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ സാധാരണ രസം വെക്കുമ്പം ചേർക്കുന്ന ജീരകം, കുരുമുളക്, അതായത് നല്ല ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുക. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേനും കടുക്, മുളക് ഒക്കെ ഇട്ട് കടു വറുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും എല്ലാം കൂടെ ഉള്ളതും കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത്
ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുക, അല്ലെങ്കിൽ എരിവുള്ള വറ്റൽമുളക് ചേർക്കാം. അങ്ങനെ ഇഷ്ടമുള്ള പോലെ ചേർക്കുക. മുളക് പൊടി ഒരു എരിവിന് വേണ്ടിയിട്ടൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അല്ലാതെ വേറെ മല്ലിപ്പൊടി അങ്ങനെയുള്ള നമ്മൾ സാധാരണ രസത്തിന് ചേർക്കുന്ന പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ല. ഞാൻ പല റെസിപ്പീസ് ഇതിൻ്റെ കണ്ടിട്ടും അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇത് മാത്രമേ ചേർത്ത് കണ്ടിട്ടുള്ളൂ. കുറേ നാളായി ഞാനിത് വെക്കണമെന്ന് വിചാരിക്കുന്നത്. ഇന്നാണ് എനിക്ക് പറ്റിയത്. പിന്നെ നമ്മുടെ പാലക്കെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും എല്ലാം ചേർത്ത് ഒന്നങ്ങ് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ പരിപ്പും ചീരയും കൂടെ ഉള്ള ഒരു ഒലർത്ത് റെഡിയായി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ നമ്മുടെ കടുക് വറുത്ത് നമ്മുടെ ചമ്മന്തിക്ക് താളിച്ചു. ശ്രീഹരിയുടെ ദോശ ഓൾറെഡി ചുട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ മാവ് ഞാൻ വാങ്ങിക്കുമായിരുന്നു, കാരണം ഞാൻ ഇന്ന് അരച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അതാണ് കവറിനകത്തിരിക്കുന്നത്, പുറത്തുനിന്ന് വാങ്ങിച്ച മാവാണ്. അപ്പോൾ അത് വെച്ച് എൻ്റെ ദോശയും ചുട്ട് ഞങ്ങൾ കഴിച്ചു. അതിനിടയ്ക്ക് ലഞ്ച് ബോക്സും ഞാൻ പാക്ക് ചെയ്തു. ഇതൊക്കെയായിരുന്നു മോര് രസം, ഓമയ്ക്ക തോരൻ, പരിപ്പും ചീരയും കൂടെ ഉള്ള ഒലർത്ത്, ഒരു കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ വെച്ച് ലഞ്ച് ബോക്സും റെഡിയായി. ശ്രീഹരി ഓഫീസിൽ പോവുകയും ചെയ്തു. ലഞ്ച് ബോക്സൊക്കെ റെഡിയായി ശ്രീഹരി ഓഫീസിലും പോയി. എനിക്കിനി അരി ഉഴുന്നും അരയ്ക്കണം. പിന്നെന്താണ്, അരി ഉഴുന്നും കൂടെ അരച്ചിട്ട് പാത്രം രാവിലെ തൊട്ടുള്ളത് കഴുകാൻ കിടക്കുന്നു. കുറേ പരിപാടികളുണ്ട് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതപ്പൊക്കെ ഒന്ന് നനയ്ക്കാനിടണം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. ഇപ്പോൾ 10 മണിയായിട്ടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര വെയിൽ. ഇനിയിപ്പം ഒരു 11 മണിക്ക് മുമ്പ് അരി ഉഴുന്നും അരച്ച് വെച്ച് നോക്കണം എങ്ങനെ പുളിക്കും. അരി ഉഴുന്നുണ്ട്, റാഗിയുണ്ട്, രണ്ടും എനിക്ക് അരയ്ക്കാനുണ്ട്. ഞാൻ 1 കപ്പ് വീതമേ രണ്ടും ഇട്ടിട്ടുള്ളൂ, കാരണം ഏത് രീതി പുളിക്കുന്നു എന്നറിഞ്ഞിട്ട് കൂടുതലിടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ അരി ഉഴുന്നൊക്കെ അരച്ച്, എൻ്റെ അടുത്ത പരിപാടി അതാണ്. അരി ഉഴുന്ന് അരയ്ക്കുക, പാത്രം കഴുകുക. അപ്പോഴത്തേക്കിനും ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയമാകും. ഇതെല്ലാം കഴിഞ്ഞ് വരുവാനിടയ്ക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. എല്ലാം തീർത്തിട്ട് പാത്രം കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അതല്ലാതെ ഇതിന് ഇടയ്ക്ക് സമയം പോയി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മടിയാവും. അപ്പം ഞാൻ കഴിവതും ഈ ഒരൊറ്റ സ്ട്രെച്ചിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കത്തുള്ളൂ. അപ്പോഴത്തേനും ഉച്ചയാവും. പിന്നെ എനിക്കെന്താണ്, കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളും ഉണ്ട്. അങ്ങനെ അത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും ഉണ്ടായിരുന്നു. അതും എനിക്ക് അതിനിടയ്ക്ക് നടത്താം. ഉച്ച കഴിഞ്ഞാൽ അതൊക്കെ. പിന്നെ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഈ ഡയറ്റും ഒക്കെ നോക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാതിരിക്കുക. ഉച്ചയ്ക്കെന്നല്ല, പകൽ സമയങ്ങളിൽ ഉറങ്ങാതിരിക്കുക. അതാണ് മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. എന്നാലേ അതിനൊരു പ്രയോജനം കിട്ടത്തുള്ളൂ. അങ്ങനെ ഉറങ്ങുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പൊതുവേ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങല് എനിക്ക് ഇവിടെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണ് ആക്ച്വലി ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറുള്ളത്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിക്കല്ലോ, അപ്പോൾ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഉറങ്ങാൻ തോന്നും. അല്ലാതെ ഞാൻ പൊതുവെ ഉച്ചയ്ക്ക് ഉറക്കം കുറവാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ എനിക്ക് പരിപാടികൾ കാണും. ഒന്നില്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കാണും, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി വീഡിയോ എടുക്കും. അപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസം കഴിക്കാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ അന്ന് രാത്രിയിലത്തേക്കുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ ഞാനൊരു അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞാനങ്ങനെ പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിൽ ഉറങ്ങാറേ ഇല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഒന്നാമത് എനിക്ക് ഉറക്കം ഭയങ്കര കുറവുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു രാത്രി ഉറങ്ങാൻ ഭയങ്കര പാടാണ്. പൊതുവെ എനിക്ക് ഉറക്കം കുറവാണ്. അത് എൻ്റെ ഹെൽത്തിനെയും എനിക്കത്, ഞാൻ അങ്ങനെ രാത്രി ഉറങ്ങാൻ ഞാൻ എത്ര നേരത്തെ എണീറ്റാലും എത്ര നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ ഉറങ്ങത്തില്ല. ഞാൻ എന്തായാലും കിടന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയും. ഇപ്പോൾ ഞാൻ എപ്പോഴും 10:30 ആകുമ്പോൾ കിടക്കാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ ഉറങ്ങി വരുമ്പോഴത്തേനും 12 മണിയൊക്കെ ആവും. എനിക്ക് ഭയങ്കര പാടാണ് ഉറങ്ങാൻ. അപ്പോൾ
അങ്ങനെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഉറക്കം വരത്തില്ല. അതാണ് അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി എൻ്റെ ഉറക്കം പോക്കാം. രാത്രി ഞാൻ ഒത്തിരി ലേറ്റ് ആവും ഉറങ്ങാൻ, 3 മണി 4 മണിയൊക്കെ ആവും ഉറങ്ങാൻ. അതാണൊരു പ്രശ്നം. അപ്പൊ ഇപ്പം വെച്ച് ഇങ്ങനെ ഒരു റുട്ടീൻ ആക്ച്വലി എൻ്റെ ഈ ഉറക്കം ഇത്രയും പ്രോബ്ലം ആയത് കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ടാണ്. അപ്പം എന്താ ഈ ഒരു 6 മണിക്ക് എണീറ്റ് നടക്കാൻ പോക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ശരീരം നമ്മൾ ക്ഷീണിച്ചാലേ നമുക്ക് വേഗം ഉറക്കമൊക്കെ വരത്തുള്ളൂ. അപ്പം നടക്കാൻ പോക്കൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിനും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ആ ഉറക്കത്തിൻ്റെ കാര്യത്തിലേക്ക്. അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞ് കഴിവതും ഞാൻ ഉറങ്ങത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം കാരണം ഉറങ്ങത്തില്ല. അല്ലെങ്കിൽ അത്രമേൽ ക്ഷീണവും അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ പീരീഡ്സ് ആയിട്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങത്തുള്ളൂ. അതൊക്കെയാണ്. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഡയറ്റ് എടുക്കുന്നവരെ കഴിവതും ഇങ്ങനെയുള്ള വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ഉച്ചയ്ക്ക് ഉറങ്ങാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. അപ്പം നമുക്കിനി പോയി അരി ഉഴുന്നൊക്കെ അരയ്ക്കാം. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇന്നലെ അരി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടപ്പം അരി ഉഴുന്നു എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടു. മീൻസ് അരി ഇട്ടു, അരി ഞാൻ ആദ്യം ഇട്ടു, അത് കഴിഞ്ഞ് ഉഴുന്ന് ഞാൻ അടുത്ത പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇടാനുള്ള നേരം. അരിയുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ടു. പിന്നെ ഞാനത് മാറ്റാൻ പോയില്ല. പക്ഷെ അരി ഉഴുന്നും അരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യല്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുതിർത്ത് ഉഴുന്നിന്റെ വെള്ളത്തിൽ അരച്ചെടുക്കണമെന്നാണ്, ഉഴുന്ന് കുതിർത്ത് ആ വെള്ളത്തിൽ അരച്ചെടുക്കണമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ ഇന്നലെ അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ അങ്ങനെ അങ്ങ് ഇട്ടുപോയി. പിന്നെ റാഗി ഉഴുന്നും എപ്പോഴും ഞാൻ റാഗി ഉഴുന്നും ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അരി ഉഴുന്നും പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആയിരുന്നു അരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയെന്ന് പറയുമായിരുന്നു. ശരിക്കും അരി ഉഴുന്നും സെപ്പറേറ്റ് കുതിർത്ത് അരയ്ക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ട് അത് പറയുന്നു എന്നറിയത്തില്ല. അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്ത് കണ്ടിരിക്കുന്നത്. ഒരുമിച്ചിട്ട് അല്ല ചെയ്ത് കണ്ടിരിക്കുന്നത്. എന്നോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അരി ഉഴുന്ന് സെപ്പറേറ്റ് കുതിർത്ത് അരയ്ക്കണമെന്നാണ്. സെപ്പറേറ്റ് കുതിർത്ത് സെപ്പറേറ്റ് അരച്ച് പിന്നാണ് മിക്സ് ചെയ്യുന്നതെന്നാണ്. കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അരച്ചുകൊണ്ട്. പിന്നെ ഇപ്പൊ നമുക്കത് അരയ്ക്കാം. അതിന് മുമ്പ് ഞാൻ അവലാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഞാൻ ചോറ് ഞാൻ അവല് ചേർക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ. എൻ്റെ അമ്മയൊക്കെ ചോറാണ് ചേർത്തുകൊണ്ടിരുന്നത് ഈ അരി ഉഴുന്നുമൊക്കെ. പക്ഷെ ഞാൻ അവലാണ് അപ്പത്തിനും അരി ഉഴുന്നിനും ഒക്കെ ചേർക്കുന്നത്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ അരച്ചപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് അവല് കുതിർത്ത് ചേർക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ അരച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ശകലം അവലെടുത്ത് കുതിർക്കാൻ വെക്കണം. കണ്ടോ, ഇത് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ പിന്നെ ഞാൻ അങ്ങ് ഇട്ടു. ഇതിപ്പം 1 കപ്പ് അരിക്ക് ഒരു 1/2 കപ്പ് ഉഴുന്ന്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കുമിച്ചെടുത്തിട്ടില്ല, 1 കപ്പ് ഞാൻ കുമിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം ഇതെല്ലാം ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാ. അപ്പം ഉഴുന്ന് ചില സമയത്ത് 1/2 കപ്പ് കുമിച്ചെടുത്ത് കഴിഞ്ഞാൽ 1/2 കപ്പ് അങ്ങ് കുമിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉഴുന്ന് കൂടിപ്പോവും. ഓരോ ഉഴുന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ആദ്യം അരച്ചു നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. പുതിയ ഉഴുന്ന് വാങ്ങിക്കുമ്പം ഇത് എത്രത്തോളം പൊലിക്കും എന്നുള്ളത്. അപ്പം ഞാനിപ്പം 1 കപ്പ് അരി കുമിച്ചെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വടിച്ചു എടുത്തിട്ടുണ്ട് ഉഴുന്ന്. പിന്നെ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ഇട്ടു. ഇതൊരു മിനിമം 4 hours, മാക്സിമം 6 hours കൂടുതൽ കുതിരില്ലെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് ഒരു 10-11 മണിയാകുമ്പോൾ ഇട്ടു. രാവിലെ എണീറ്റപ്പോഴേ ഞാനെടുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് അങ്ങ് വെച്ചു. അല്ലെങ്കിൽ ഇതിനൊരു സ്മെല്ല് വരും, അതാണ് ഈ പറയുന്നത്. ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് പിന്നെ എടുത്തങ്ങ് അരച്ചാൽ മതി. നമുക്കിനി ഇത് അരച്ചെടുക്കാം. അതിന് മുമ്പ് ഞാൻ അവല് കുതിർത്ത് വെച്ചിരിക്കുന്ന കാണിക്കാം. ഇത് ഞാൻ റാഗിക്കും രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ള അവലിപ്പം കുറച്ചു നേരം മുമ്പ് കുതിർത്തതാണ്. ഇതും കൂടെ ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. ലാസ്റ്റ് ചേർത്താൽ മതി. ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരി ഉഴുന്നുമൊക്കെ അരച്ചെടുത്തു. എന്നിട്ട് ഇതിനി കൈകൊണ്ട് നന്നായിട്ട് നല്ലപോലെ ഒരു 5-10 മിനിറ്റ് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം.
എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയാണ്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ എയർ ബബിൾസ് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. എന്നാലേ ഇത് നന്നായിട്ട് പൊങ്ങി ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ 1 കപ്പ് റാഗിയും 1/2 കപ്പ് ഉഴുന്നും പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ മട്ടയരി ചേർത്തിട്ടുണ്ട്. പിന്നെ ശകലം ഉലുവയും ചേർത്തിട്ടുണ്ട്. അത് കുതിർത്ത് അത് നന്നായിട്ട് അരച്ചിങ്ങെടുക്കുക. അതിനകത്ത് പിന്നെ ഞാൻ അവലും കൂടെ ചേർത്താണ് ശകലം 1/4 കപ്പിൽ താഴെ അവലേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. അപ്പം ഇതും റാഗിയും അതുപോലെ തന്നെ നന്നായിട്ട് ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ അവൽ ഞാൻ മിക്കവാറും ചേർക്കുന്നത് റെഡ് അവലാണ്. മിക്കവാറും തന്നെ റെഡ് അവലാണ് ചേർക്കുന്നത് ഇതിന് അരി ഉഴുന്നുമൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് റെഡ് അവൽ കിട്ടിയില്ല, വൈറ്റ് അവലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ഈ അരി ഉഴുന്നും മാവെടുത്ത് മാറ്റി. എനിക്ക് പൊങ്ങി പോകുന്നുള്ള പേടിക്ക് ഇതിങ്ങനെ മുറുക്കി അടയ്ക്കല്ല. ഇതിപ്പം ഞാൻ ഇങ്ങനൊരു പാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതിങ്ങനെ മുറുക്കി അടയ്ക്കല്ല. ഇതിങ്ങനെ എയർ സർക്കുലേഷൻ വേണം, ടൈറ്റ് ആയിട്ടിരിക്കല്ല, എയർ സർക്കുലേഷൻ വേണം. അപ്പം ഇങ്ങനെ ജസ്റ്റ് അടയ്ക്കുക ചെയ്യാനുള്ള ഈ പാത്രമൊക്കെ അടച്ചിരിക്കുന്ന കൂട്ട്. അങ്ങനെ ഞാൻ മാവൊക്കെ റെഡിയാക്കി. ആക്ച്വലി റാഗി മാവ് അരയ്ക്കുമ്പോഴുണ്ടല്ലോ, ഞാനെപ്പോഴും ദോശയ്ക്കാണ് അരയ്ക്കാറ്. ഇഡലി എനിക്ക് ഇതുവരെ എനിക്ക് ഇഡലി നമ്മുടെ അരി ഉഴുന്നു അരച്ച മാവ് ഇഡലി വരുന്ന പോലെ റാഗിയുടെ ഇഡലി വന്നിട്ടില്ല. അതെൻ്റെ കുഴപ്പമാണോ അതോ അങ്ങനെയാണോ അതിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോഴും ഇങ്ങനെ പതിഞ്ഞ് ഇരിക്കുന്ന ഇഡലിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ റാഗി ഇഡലി അധികം ആക്കാറില്ല. റാഗി ദോശയാണ് എപ്പോഴും. പിന്നെ അരി ഉഴുന്ന് അരച്ച മാവിൻ്റെ ഇഡലി മാത്രമേ ആക്കാറുള്ളൂ. ഞാൻ വിചാരിക്കും ചില സമയത്ത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷെ റാഗി ഇഡലി പിന്നെ ശ്രീഹരിക്ക് പൊതുവെ റാഗി ഇഡ്ഡലി മറ്റേ ഇഡ്ഡലി ഇഷ്ടമാണ്. റാഗി ഇഡ്ഡലി വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദോശ തന്നെയാണ് ആക്കാറ്. അപ്പൊ ഞാൻ റാഗിയും 1 കപ്പ് നല്ല കുമിച്ച് 1 കപ്പ് റാഗി എടുത്തു, വടിച്ച 1/2 കപ്പ് ഉഴുന്നെടുത്തു, പിന്നെ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ചോറുണ്ണുന്ന അരിയില്ലേ, റെഡ് റൈസ്, നമ്മുടെ മട്ടയരി, അത് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉലുവ, അതും ഇത് ഈ പറഞ്ഞ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ. മറ്റേതിനകത്ത് ഞാൻ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഇതെല്ലാം കൂടെ കുതിർക്കാനായിട്ട്, ഇത് ഒരുമിച്ച് കുതിർത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് എല്ലായിടത്തും ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ഈ റാഗി ദോശയുടെ ഈ റെസിപ്പി യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് കുറെ നാൾ മുമ്പ് ഞാൻ ചെയ്തതാണ്. അപ്പം ചിലപ്പോൾ ഞാൻ ഈ മട്ടയരി സംഭവം ഇടും, ചിലപ്പോൾ ഇടത്തില്ല, അങ്ങനെ. പിന്നെ അവല് കുറച്ച് മതി. അതിൻ്റെ ഞാൻ ബാക്കി എനിക്ക് അധികം ഉണ്ടായിരുന്നു. ഞാൻ കുതിർത്ത അവല് ഞാനൊരു കണക്ക് നോക്കാതെ കുതിർത്തതാണ് അവല്. അതെപ്പോഴും ഒരു 1/4 കപ്പ് കുതിർത്ത അവല്. നമ്മൾ 1/4 കപ്പ് അല്ലേ നമ്മൾ ചോറ് ചേർക്കുന്നത്, അത്ര തന്നെ മതിയെന്ന് തോന്നുന്നു. അപ്പം അതെല്ലാം കൂടി ഇട്ട് അരച്ച് എടുത്ത് മാറ്റി വെച്ച സെയിം ടൈം തന്നെയാണ് ഇത് രണ്ടും പുളിക്കാനായിട്ട്. പിന്നെ അരി ഉഴുന്നും അരയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ അരി ഉഴുന്നും സെപ്പറേറ്റ് അരയ്ക്കണം എന്ന് പറയുമ്പം അരി എപ്പോഴും ഒരു ഒത്തിരി അങ്ങ് അരഞ്ഞു പോവല്ലെന്ന് പറയും. എപ്പോഴും ഒരു തരിതരിപ്പോടെയാണ് അരയ്ക്കേണ്ടത്. ഉഴുന്ന് നല്ലോണം അരയുകയും ചെയ്യണം, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് എല്ലാവരും, നമ്മൾ വീട്ടിലെ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും ചെയ്യുന്നത് അങ്ങനെയാണ്. ഒത്തിരി അരി അങ്ങ് അരച്ചങ്ങ് ഇതാക്കല്, ഒരു തരിതരിപ്പോടെ വേണം അരി അരയ്ക്കാൻ. ഉഴുന്നരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയുകയും ചെയ്യണം. പിന്നെ തണുത്ത വെള്ളമാണ്. ഞാൻ അരയ്ക്കുന്നതൊന്നും ആക്ച്വലി കാണിച്ചില്ല. എനിക്ക് ഒന്നാമത് ക്ഷീണമായിപ്പോയി. എനിക്ക് ബാക്കി ഞാൻ ഇത്രയും രാവിലത്തെ ഉച്ചക്കത്തെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്കിനി പാത്രമൊക്കെ കഴുകാൻ കിടക്കുന്നു. അപ്പം അതെല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. ആക്ച്വലി അരയ്ക്കുമ്പോൾ ഞാൻ തണുത്ത വെള്ളം ഒഴിച്ച് അരയ്ക്കണം, അതാണ് നല്ലത്. ചൂടാകാൻ പാടില്ല, തണുത്ത വെള്ളം ഒഴിച്ച് അരയ്ക്കണം. പിന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ ഇന്ന് ഞാൻ ചെയ്ത പോലെ അരി ഉഴുന്ന് ഒരുമിച്ചിട്ട് അരക്കലില് സെപ്പറേറ്റ് തന്നെ കുതിർത്തരയ്ക്കണം എന്നാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടുമ്പം ചെയ്യുന്നത്. പിന്നെ ഞാൻ
ഞാൻ മറന്നു പോകാതെ ഞാൻ നാളെ ചിലപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമായിരിക്കും അരി ഉഴുന്നിൻ്റെയും ഈ മാവിൽ. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് പുളിച്ച് കഴിഞ്ഞുള്ള ക്ലിപ്പും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ള ഇതും ഞാൻ കാണിക്കാം. എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം. അപ്പം അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബാക്കിൽ ഇട്ടേക്കാം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാൻ ഇപ്പോൾ ഹാഫ് ഡേ ആയി. കാരണം ഇനിയിപ്പോൾ ചോറുണ്ണുക, പിന്നെ എനിക്ക് കുറച്ച് നാളെ ലോങ് വീഡിയോ അപ്ലോഡിനുള്ള ദിവസമാണ്. അപ്പം അത് ഞാൻ ഇപ്പം ഈ വീക്ക് ഡേയ്സിലെല്ലാം എനിക്ക് ഉച്ച കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ ഞാൻ അതെല്ലാം ഞാൻ ഒരു ശബ്ദം കേട്ടതാ, അതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലേ പാതിരാത്രി മീൻസ് രാത്രി ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് തീരത്തുള്ളൂ. അപ്പം അതൊക്കെ ചെയ്യും. പിന്നെന്താണ്, അതിന് ഉച്ച എനിക്ക് വലിയ പണിയില്ല ആക്ച്വലി. ചോറുണ്ണുക, ഇപ്പം പാത്രം എല്ലാം കഴുകി വെക്കുക, അടുക്കളയൊക്കെ ക്ലീൻ ആക്കുക, 1:30 ആകുമ്പോൾ വന്ന് ചോറുണ്ണുക, പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ശ്രീഹരി വരും. ശ്രീഹരി ഇന്ന് ചിലപ്പോൾ ലേറ്റ് ആകും, കാരണം ഇന്ന് 10 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ലേറ്റ് ആകും, ചായ കുടിക്കുക. പിന്നെ ശ്രീഹരിക്ക് ഇവിടെ വന്നാലും ഇപ്പം വീക്ക് ഡേയ്സിൽ ഓഫീസ് ഉണ്ടെങ്കിലും ഓഫീസില്ല, എല്ലാം ഒരേ ഇതാണ്. ഇവിടെ വന്നാലും ഞങ്ങൾക്കിപ്പോൾ വീക്ക് ഡേയ്സിലൊന്നും പുറത്തേക്ക് അധികം ഇറങ്ങാറില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അരി ഉഴുന്ന് അരച്ച മാവും നമ്മുടെ റാഗി മാവും ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് ഞാൻ പുറത്ത് വയ്ക്കത്തില്ല, ഇനി ഞാനിതങ്ങ് ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയായിരുന്നു. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് തന്നെ വന്നു. അപ്പം പിന്നെ റാഗി ദോശ ഉണ്ടാക്കി. റാഗി ദോശ നല്ലതായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ഷേപ്പ് വ്യത്യാസം എൻ്റെ കുഴപ്പമാണ്. ഞാൻ കല്ല് ഓവറായിട്ട് ചൂടായതിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഞാൻ റാഗി ഇഡ്ഡലി 2 എണ്ണം ഉണ്ടാക്കി നോക്കി. അത് എല്ലാ പ്രാവശ്യത്തേനേക്കാട്ടിലും നന്നായിട്ട് വന്നു. ഇപ്രാവശ്യം റാഗി ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേന് കൊള്ളായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.